വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹമെന്നും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത ദൈവഭാഗം ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാം വാക്യം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാം വാക്യം. പുരാതനമായ ദൈവം നിന്റെ സംഗീതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. പുരാതനമായ ദൈവം നിന്റെ സംഗീതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഈ പരിശുദ്ധ ദിവസത്തിന്റെ വൈകിയ സമയത്ത് ഡിസ്ട്രിക്ട് ഗോസ്ബൽ ബാൻഡിന്റെ ആഭിമുഖ്യത്തിൽ അല്പസമയം അങ്ങയുടെ വചനമായി നിൽക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സഭയിൽ ഞങ്ങളുടെ സഭയിൽ അനേക ജനങ്ങളുണ്ട്. എങ്കിലും ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് മനസ്സ് തന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ തരുമ്പോൾ, ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തരുമ്പോൾ കർത്താവേ, അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ. ആരെങ്കിലും രോഗത്താലോ ഭാരത്താലോ അയക്കുന്നുവെങ്കിൽ അങ്ങനെ സൗഖ്യമാക്കുന്ന കരുത്തൊട്ട് അത് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന മൂലം കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യം ലഭിക്കുവാൻ സഹായിക്കണമേ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അല്പസമയം അടിയനങ്ങളുടെ കൽവിയിലായിരിക്കുന്ന കർത്താവേ, അടിയനെ കർത്താവെ വചനം പറയുവാൻ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരും കരുവേൽപ്പിക്കുന്ന കർത്താവെ, പ്രാർത്ഥന കേട്ടതായി സ്തോത്രം. ആമേൻ. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാം വാക്യം. പുരാതനമായ ദൈവം നിന്റെ സംഗീതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. യഹോവയുടെ ഭുജം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അല്പസമയം ചിന്തിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഭുജം, അല്ലെങ്കിൽ എന്താണ് ഭുജങ്ങൾ? ഭുജങ്ങൾ എന്നാൽ കൈകൾ എന്നാണ് അർത്ഥം. ഹാൻഡ്സ്. നമുക്കെല്ലാവർക്കും ദൈവം 2 ഭുജങ്ങൾ തന്നിട്ടുണ്ട്. കൈകളില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക പ്രയാസമാണ്. ഒരു മനുഷ്യന് തൻ്റെ കൈകൾ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. ഈ കൈകൾ ഉപയോഗിച്ച് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിനും തിന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിനും നാം ഉപയോഗിക്കുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു, യഹോവയുടെ ഭുജം ശാശ്വത ഭുജമാണ്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: രക്ഷിക്കാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ ഒഴുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം അവരുടെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്. യഹോവയുടെ കൈ ഉറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. വിശ്വാസ ജീവൻ നയിക്കുന്ന നാം ഓരോരുത്തരും പലപ്പോഴും പറയുന്ന വാക്യമാണ്, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ ഉറുകിയിട്ടില്ല. ഒരു വലിയ പ്രത്യാശ നൽകുന്ന വാക്യമാണ് ഇത്. പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം എപ്പോഴും നമുക്ക് ആശ്വാസം നൽകുന്നു. പ്രത്യാശയില്ലാതെ ആകുലപ്പെടുമ്പോൾ നാം പറയുക യെശയ്യാവ് 59:1, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ ഉറുകിയിട്ടില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരം ദൈവം നമ്മെ തൊടുന്നു. ദൈവത്തിൻ്റെ കരം നമ്മെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരം നമ്മെ രക്ഷിക്കുന്നു. നമ്മുടെ കണ്ണുനീർ തുറയ്ക്കുന്നു. ദൈവത്തിൻ്റെ കരം നമ്മെ സൗഖ്യമാക്കുന്നു. നമുക്ക് സാന്ത്വന നൽകുന്നു. ദൈവത്തിൻ്റെ കരം നമുക്ക് ആശ്വാസം നൽകുന്നു. എവിടെ ദുഃഖമുണ്ടോ, എവിടെ പ്രയാസങ്ങളുണ്ടോ, അവിടെ യേശുവിൻ്റെ കരങ്ങൾ നമ്മെ ആശ്വാസം മേൽക്കൊണ്ട് നമ്മെ തേടി വരുന്നു. ഒരു ശുദ്ധ ഹൃദയം, ഒരു ശുദ്ധ മനസ്സാക്ഷി, അതാണ് യേശുവിന് ആവശ്യം.
ശക്തനാണ്. ഒരിക്കലും തളരാത്ത കൈകളാണ് ദൈവത്തിൻ്റെത്. നിത്യഭുജങ്ങൾ, ശാശ്വത ഭുജങ്ങൾ. ആ ഭുജങ്ങളാണ് നമ്മെ താങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാമോ? എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന പലരും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും നിങ്ങളുടെ മനസ്സുകൾ അധൈര്യപ്പെട്ടിരിക്കാം. വ്യത്യസ്തമായ ചിന്തകളാൽ ആശങ്കപ്പെട്ടിരിക്കാം. നാം ഇപ്പോഴും ഭാവിയെക്കുറിച്ച് പേടിക്കാറുണ്ട്. നമ്മിൽ എന്തൊക്കെയോ പേടികൾ. എനിക്ക് എന്ത് രോഗമാണ്? ഞാൻ നാളെ എങ്ങനെ ജീവിക്കും? എൻ്റെ ഭാവി എന്താകും? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? പലതരത്തിലുള്ള ആശങ്കകൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള മനോഭാവങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആർക്കും അറിയാൻ വയ്യാത്ത ചില പ്രശ്നങ്ങൾ നാം ഇന്ന് നേരിടുന്നുണ്ടാവാം. ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത ഭയപ്പാടുകൾ നമ്മെ അലട്ടുന്നുണ്ടാവാം. മറ്റാർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിൽ നാം ആയിട്ടുണ്ടായിരിക്കാം. എത്രയെത്ര ആലോചിച്ചിട്ടും കൂട്ടിയിട്ടും കുറച്ചിട്ടും ചാടിയാകാത്ത കണക്കുകൾ, നാളെക്കുറിച്ചുള്ള ആകുലതകൾ നിങ്ങൾക്കുണ്ടോ? സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ എന്നെ താങ്ങുവാനുണ്ട്. അവൻ്റെ കരങ്ങൾ നമുക്ക് ആശ്വാസം പകരുന്നു. അവൻ്റെ ശാശ്വത ഭുജങ്ങളിൽ ഞാൻ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, എന്തൊരു ധൈര്യമാണ് ഈ വാക്യം നമുക്ക് നൽകുന്നത്! എന്തൊരു ശക്തിയാണ് നാം അനുഭവിക്കുവാൻ പോകുന്നത്! ആ ദൈവിക കരങ്ങളുടെ ശക്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ആ ദൈവിക കരങ്ങൾ ഇനിയും താങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കും ഇവിടെ ഇപ്പോൾ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധ്യമായിരിക്കുന്നത്. മകനെ, മകളെ, നിന്നെ താങ്ങുന്ന കരങ്ങൾ, നിന്നെ താങ്ങാൻ പോകുന്ന കരങ്ങൾ, നിന്നെ താങ്ങാൻ പോകുന്ന ശക്തിയുള്ള കരങ്ങൾ നിന്നോടൊപ്പമുണ്ടെന്ന് വിശ്വസിക്കുക. ശത്രു നിന്നെ തള്ളിവെക്കുമ്പോൾ നീ നിലം പരിച്ചായി പോകാതെ നിന്നെ താങ്ങുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങൾ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അയ്യോ, എന്റെ കാര്യം നോക്കുവാൻ ആരുമില്ലല്ലോ. എന്നെ പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ സഹായിക്കുവാൻ, എന്നെ ഒന്ന് നോക്കുവാൻ, എന്നെ ഒന്ന് തൊടുവാൻ, എൻ്റെ പ്രശ്നങ്ങളിൽ ഒന്ന് സഹകരിക്കുവാൻ, അല്ലെങ്കിൽ എന്നോടൊപ്പം എൻ്റെ ദുഃഖമൊന്ന് പങ്കിടുവാൻ, എനിക്ക് ആശ്വാസം വാക്കു പകരുവാൻ ആരുമില്ലല്ലോ. പ്രിയ ദൈവങ്ങളെ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ തൊടുവാൻ, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമുക്കൊരു കർത്താവുണ്ട്. നാം വിശ്വസിക്കുക. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 1-ാം വാക്യത്തിലും യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 38-ാം വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജങ്ങളെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഒന്നാമതായി, ലിഫ്റ്റിംഗ് ഹാൻഡ്സ്. യഹോവയുടെ കരങ്ങൾ നമ്മെ പിടിച്ചുയർത്തുന്നു. പിടിച്ചുയർത്തുന്ന കരങ്ങൾ. നാം പാഠമായി വായിച്ച മത്തായി സുവിശേഷം 14-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. യേശു കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു. നമ്മെ ഉദ്ധരിക്കുന്ന കരം, നമ്മെ പിടിച്ചുയർത്തുന്ന കരം. ഈ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം കഴിഞ്ഞ് വിശന്ന് വലഞ്ഞ ജനങ്ങൾക്ക് ഭക്ഷിപ്പാൻ എന്ത് നൽകണം എന്ന് യേശു ചോദിച്ചപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉള്ളതായിട്ട് അറിയുന്നത്. യേശു അതിനെ വാഴ്ത്തി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു.
ഏകദേശം 5000 പുരുഷന്മാർ. അപ്പോൾ അതിലധികം സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരിക്കാം. എല്ലാവരും ഭക്ഷിച്ച് 12 കൊട്ട നിറച്ചെടുത്തതിന് ശേഷം ശിഷ്യന്മാർ പുരുഷാരത്തെ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ശിഷ്യന്മാരും തിരിച്ചു പോകാൻ വേണ്ടി തിടുക്കപ്പെടുകയാണ്. എന്നാൽ പടകിൽ ശിഷ്യന്മാർ യാത്രയായ സമയത്ത് യേശു മലയിലേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ്. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ കാറ്റും കോളും ഒക്കെ ഉണ്ടായി തിരമാലകൾ ആടിയുടേണ്ടതായിട്ട് യേശുവിന് കാണുവാൻ സാധിച്ചത്. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് ഈ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. യേശു ആണെന്ന് ആദ്യം ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ഭൂതമെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ നിലവിളിച്ചു. എന്നാൽ യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസാകട്ടെ യേശുവാണെന്ന് അത് മനസ്സിലാക്കി. യേശുവിനോട് ചോദിച്ചു, കർത്താവേ, നീ നടക്കുന്നത് പോലെ ഞാനൊന്ന് നടന്ന് നിന്റെ അടുക്കലേക്ക് വരട്ടെ. യേശുവിനെ പോലെ വെള്ളത്തിന്മീതെ നടക്കുവാൻ പത്രോസ് ആഗ്രഹിച്ചു. ശിമോൻ പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടന്നു. എന്നാൽ എപ്പോഴോ തൻ്റെ ചുറ്റുമുള്ള തിരമാലകളെ ശിമോൻ പത്രോസ് നോക്കിപ്പോയി. ആ തിരമാലകളെ ഒന്ന് നോക്കിയപ്പോൾ തൻ്റെ ഹൃദയം ആനന്ദിച്ചു. അവൻ്റെ കണ്ണ് ആ തിരമാലയിലേക്ക് നോക്കിയപ്പോൾ അവനതാ അവിടെ വെള്ളത്തിൽ താണു പോകുന്നൊരവസ്ഥ. കഴുത്തറ്റം വെള്ളത്തിനടിയിലേക്ക് ആയപ്പോൾ 2 കൈ ഉയർത്തി പത്രോസ് നിലവിളിക്കുകയാണ്, യേശുവേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ. ഉടനെ തന്നെ യേശു കൈനീട്ടി അവനെ ഉയർത്തി. ലിഫ്റ്റിംഗ് ഹാൻഡ്സ്, താഴ്ന്നു പോകുന്നവരെ ഉയർത്തുന്ന ഭുജങ്ങളാണ് കർത്താവിൻ്റെ ഭുജം. നാം ഇന്ന് എവിടെയൊക്കെയാണ് താണുപോയിക്കൊണ്ടിരിക്കുന്നത്? രോഗത്തിന്റെ പിടിയിലാണോ നാം ഇന്ന് താണുപോയിക്കൊണ്ടിരിക്കുന്നത്? പണത്തിന്റെ ഞെരുക്കത്തിലാണോ നാം ഇന്ന് താണുപോയിക്കൊണ്ടിരിക്കുന്നത്? പരസ്പരം സ്നേഹമില്ലാതെ പോകുന്നതിലാണോ നാം ഇന്ന് താണുപോയിക്കൊണ്ടിരിക്കുന്നത്? പഠിത്തത്തിൽ മോശമായതുകൊണ്ടാണോ നാം ഇന്ന് താണുപോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം കൂടാതെ നിങ്ങൾ പഴി കേൾക്കുന്നതിലാണോ നാം ഇന്ന് താണുപോയിക്കൊണ്ടിരിക്കുന്നത്? എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൈ നിന്നെ പിടിക്കുവാൻ ഇതാ വരുന്നു. നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ ശക്തനാണ്. യേശുവിൻ്റെ വിശിഷ്ടമായ കരങ്ങൾ നിന്റെ നേരെ നീട്ടിയിരിക്കുന്നു. നാഥ, എന്നെ രക്ഷിക്കണമേ, നാഥ, എന്നെ രക്ഷിക്കണമേ എന്ന് ഉറക്കെ നിലവിളിക്കുക. നിശ്ചയമായും നാം താണുപോയിരിക്കുന്ന അവസ്ഥകളിൽ നമ്മെ കരം പിടിച്ച് നമ്മെ ഉയർത്തുന്നു. രണ്ടാമതായി, മോൾഡിംഗ് ഹാൻഡ്സ്, കർത്താവിൻ്റെ കരങ്ങൾ മെനയുന്ന കരങ്ങളാണ്. ഇരമ്യ പ്രവചനം 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കുശവൻ കളിമണ്ണ് കൊണ്ട് പാത്രം മെനയുന്ന ഭാഗം നാം ഇന്ന് വായിച്ചു കേൾക്കുകയുണ്ടായി. മെനയുന്ന ഭുജങ്ങൾ സൃഷ്ടാവിൻ്റെതാണ്. ഒരു കുശവൻ കളിമണ്ണെടുത്ത് കുഴച്ച് പദം വരുത്തി അതിനെ പരുവപ്പെടുത്തി ഒരുപക്ഷെ തൻ്റെ ശരീരത്തിലെ വിയർപ്പ് പോലും ഈ മണ്ണിനോട് ചേർത്ത് കുഴച്ച് അതിന് ചക്രത്തിൽ വെച്ച് മനോഹരമായ പാത്രമുണ്ടാക്കുന്നു. ഇവിടെ ഈ കുശവൻ വ്യവഹാരത്തിൽ പറയുന്നു, കുശവൻ മനോഹരമായ പാത്രമുണ്ടാക്കി. എന്നാൽ അത് എടുത്തു മാറ്റിയപ്പോൾ അത് വിള്ളൽ സംഭവിച്ചു, അല്ലെങ്കിൽ അത് നാശം സംഭവിച്ചു എന്ന് കാണുവാനായി സാധിക്കും. മനോഹരമായ പാത്രം നാശം സംഭവിക്കുവാൻ അതൊന്നും ചെയ്യുവാനായി കഴിയുകയില്ല, പുറത്ത് കളയുവാനായി കഴിയുകയില്ല. എന്നാൽ ഇവിടെ കുശവൻ അതിനെ വളരെയധികം ത്യാഗത്തോടെ, വളരെയധികം ദീർഘവീക്ഷണത്തോടെ ആ കളിമണ്ണിനെ വീണ്ടും കുഴച്ച് പരുവപ്പെടുത്തി, രൂപാന്തരപ്പെടുത്തി, പദം വരുത്തി, വീണ്ടും നേരത്തെ ചെയ്ത എല്ലാ പ്രോസസ്സും അതുപോലെ ചെയ്ത് ചക്രത്തിൽ വെച്ച് വീണ്ടും അതിനേക്കാൾ മനോഹരമായ ഒരു പാത്രം ഉണ്ടാക്കി. കുശവൻ അത് കണ്ട് സന്തോഷിക്കുന്നു. എടുത്തു മാറ്റിവയ്ക്കാൻ പോയപ്പോഴാണ് അതിനെ വിള്ളൽ കണ്ടത്. പക്ഷേ ആ കുശവൻ നിരാശപ്പെട്ടില്ല. അതിനേക്കാൾ മനോഹരമായ പാത്രം കുശവൻ അവിടെ ഉണ്ടാക്കുന്നു. മറിച്ച്
തനിക്ക് ഇഷ്ടമുള്ളതുപോലെ താൻ വിചാരിച്ചതിനേക്കാൾ മനോഹരമായിട്ടാണ് പുതിയ പാത്രത്തെ സൃഷ്ടിച്ചതായിട്ടാണ് അവിടെ കാണുന്നത്. നേരത്തെ മണ്ണിൽ നിന്നെടുത്ത അല്ലെങ്കിൽ മണ്ണിലും ചെടിയിലും ഇരുന്ന ഈ കളിമണ്ണിനെ വേർതിരിച്ചെടുത്ത് കളിമണ്ണ് മാത്രം വേർതിരിച്ച് പാത്രമുണ്ടാക്കി മനോഹരമായി മെലിഞ്ഞു. കന്നുകാലികൾ ചപ്പിയെടുത്തെന്നായിരിക്കാം ഈ കളിമണ്ണ് കുശവൻ വേർതിരിച്ചത്. എന്നാൽ അതിനെ മനോഹരമായ പാത്രമാക്കി തീർക്കുവാനായിട്ട്, ചെടിയിലായിരുന്ന ഈ കളിമണ്ണിനെ ഒരു മനോഹരമായ പാത്രമാക്കി തീർക്കുവാനായിട്ട് കുശവന് കഴിഞ്ഞു. സൃഷ്ടാവിന്റെ കൈകൊണ്ട് മെറിഞ്ഞ എത്രയെത്രയോ പാത്രങ്ങൾ ചീത്തയായി പോയിരിക്കുന്നു. നമ്മെപ്പോലെയുള്ള എത്രയെത്രയോ പാത്രങ്ങൾ തകർന്നിരിക്കുന്നു. ദൈവപൈതലേ, നീ ഇന്ന് തകർന്നുപോയ ഒരു പാത്രമാണോ? നീ ഉപയോഗശൂന്യമായ ഒരു പാത്രമാണോ? നീ പ്രയോജനമില്ലാത്ത പാത്രമായിരിക്കുകയാണോ? കുശവൻ ആശയോടെ പണിതുകൊണ്ടുവന്ന പാത്രം ചീത്തയായി പോയതുപോലെ നിത്യനായ ദൈവം തൻ്റെ കരങ്ങളാൽ നിറഞ്ഞ നാം ഓരോരുത്തരും ഇന്ന് തകർന്ന അവസ്ഥയിൽ ആയിരിക്കുന്നത്. വീണ്ടും മെനയുവാൻ, വീണ്ടും തനിക്ക് യോജിച്ച പാത്രമായി തീർക്കുവാൻ സർവശക്തൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പറയാൻ സാധിക്കണം, നാഥ, നിനക്ക് ബോധിച്ചൊരു പാത്രമായി എന്നെ തീർക്കണമേ, അങ്ങയുടെ കൈകളാൽ എന്നെ വീണ്ടും മെനയണമേ. പാട്ടുകാരൻ പാടുന്നത് ഇപ്രകാരമാണ്: കുശവന്റെ കൈയിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കൈയിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനയിടണമേ വാർത്തെടുക്കേണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. മെനയിടണമേ വാർത്തെടുക്കേണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മെ തന്നെ ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുക. നിശ്ചയമായും അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തും. നമുക്ക് പുതിയ നന്മകൾ നൽകും, പുതിയ ജീവിതം നൽകും. ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുക. ഒരിക്കൽ ഒരു കൃഷിക്കാരൻ ഒരു പൂച്ചെടി വാങ്ങിച്ചു. അദ്ദേഹം തന്റെ ഭവനത്തിൽ ഈ പൂച്ചെടി നട്ടു പരിപാലിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൂക്കൾ വന്നു. നല്ല സുഗന്ധമുള്ള അനേകം പൂക്കൾ. ഓരോ ശിഖരത്തിലും അനേകം പൂക്കൾ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം നോക്കിയപ്പോൾ അതിൽ ഒരു പുഴു നുഴഞ്ഞു കയറി ചെടി കേടുവരുത്തിയിരിക്കുന്നു. അതിന്റെ കൊമ്പെല്ലാം വാടി പുല്ലെല്ലാം കൊഴിയാറായി നിൽക്കുന്നു. ഉടമസ്ഥൻ നല്ല കൃഷിക്കാരനാണ്. പുഴുക്കേട് വന്നെടുത്ത് വെച്ച് അദ്ദേഹം അതിനെ വെട്ടിക്കളഞ്ഞു. അതിനാവശ്യമായ മരുന്നൊക്കെ പൂശി അതിനെ വീണ്ടും വെള്ളവും വളവും നൽകി. ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആദ്യം ഉണ്ടായതിനേക്കാൾ വൃഷ്ടിയിൽ തളിരുകൾ വന്നിരിക്കുന്നു. പൂക്കൾ വരാൻ വെമ്പൽ കൊണ്ടിരിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലും ചില പുഴുക്കേടുകൾ വന്നിരിക്കുന്നു. എന്നെയും ചെത്തി വെടിപ്പാക്കണമേ. എന്നെയും ചെത്തി വെടിപ്പാക്കി രൂപാന്തരപ്പെടുത്തി പുതുതാക്കണമേ. എന്നെയും ഒന്ന് പുതുക്കി പണിയണമേ എന്ന് നമുക്ക് കർത്താവിനോട് യാചിക്കാം. മൂന്നാമതായി, ഹീലിംഗ് ഹാൻഡ്സ്, സൗഖ്യമാക്കുന്ന ഭുജങ്ങൾ. മത്തായി സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അവൻ കൈ നീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി. അവൻ കൈനീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി. യേശുവിന്റെ കരങ്ങൾ സൗഖ്യമാക്കുന്ന കരങ്ങളാണ്. യേശു തൊട്ടവർക്കെല്ലാം സൗഖ്യം വന്നു. പഴയ കാലത്ത് കുഷ്ഠരോഗികൾക്ക് മനുഷ്യർ കൂടുന്നിടത്ത് വരുവാൻ അർഹതയില്ല. ഒരു കുഷ്ഠരോഗി സ്വയം അശുദ്ധൻ
അശുദ്ധൻ എന്ന് ഉറപ്പ് വിളിച്ചുകൊണ്ട് വേണം സഞ്ചരിക്കാൻ. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യത്തിൽ ഒരു കുഷ്ഠരോഗി എപ്രകാരം ആയിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് ഗിരിപ്രഭാഷണം കഴിഞ്ഞ് വരുന്ന യേശു ഒരു കുഷ്ഠരോഗിയെ കാണുന്നത്. മത്തായി സുവിശേഷം 8-ാം അധ്യായം 1-2 വാക്യത്തിൽ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ഹൃദയത്തിൽ തൊടുന്ന വാക്കാണത്. യേശു അങ്ങോട്ട് ചെന്ന് അവനെ തൊട്ടു. ആരും തൊടാൻ അറച്ചു നിൽക്കുന്നവനെ യേശു തൊട്ടു. പ്രിയ മക്കളെ, പലരും നിന്നോട് മിണ്ടാൻ മടി കാണും. നിന്നെ കാണുന്നത് പോലും പലർക്കും ദേഷ്യമായിരിക്കും. ഇവിടെ ഇതാ ഈ കുഷ്ഠരോഗി, അവന്റെ മുഖമെല്ലാം വികൃതമായി, കൈകാലുകൾ ചീഞ്ഞു നാറിയ വിരൂപിയായ കുഷ്ഠരോഗിയെ കണ്ട് യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. പറയുക മാത്രമല്ല ചെയ്തത്, അവനെ തൊട്ടു. ഇപ്പോൾ ഈ കരം നമ്മെ തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹീലിംഗ് ഹാൻഡ്സ്, സൗഖ്യമാക്കുന്ന കരം. എൻ്റെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കരം, യേശുവിൻ്റെ ആണിക്കോളിൻ്റെ കരം വയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യഹോവ റാഫ, അവൻ നമ്മെ സൗഖ്യമാക്കുന്നു. നാലാമതായി വാഷിംഗ് ഹാൻഡ്സ്. യഹോവയുടെ കരങ്ങൾ കഴുകുന്ന കരങ്ങളാണ്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് ചോദിച്ചു. ഈ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പെസഹ പെരുന്നാളിന് മുന്നേ യേശുവിന്റെ അവസാന നിമിഷങ്ങൾ എത്തിയിരിക്കുന്നുവെന്ന് യേശു മനസ്സിലാക്കി. തന്റെ അന്ത്യത്താഴം കഴിക്കുന്നതിന് മുന്നായി യേശു ചെയ്ത പ്രവൃത്തിയാണിത്. താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു എന്നും ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്നും യേശുവിന് അറിയാമായിരുന്നു. യഹൂദന്മാരുടെ നിയമപ്രകാരം യജമാനന്മാർ എവിടെ പോയിട്ട് വന്നാലും കാലിൽ പൊടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാൽ കഴുകണം. കാലുകൾ കഴുകാതെ ഭവനത്തിലേക്ക് കടക്കുവാനായിട്ട് സാധ്യമല്ല. പഴയ കാലത്ത് യജമാനന്റെ കാൽ ദാസന്മാരും യജമാനത്തിയുടെ കാൽ ദാസിമാരും കഴുകുക പതിവായിരുന്നു. കർത്താവ് ഇവിടെ ഒരു വേലക്കാരനെ പോലെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു. കർത്താവ് ഓരോരുത്തരുടെയും കാലുകൾ കഴുകി, തന്റെ അരയിൽ ചുറ്റിയുന്ന തുണി കൊണ്ട് തുവർത്തി. എന്നാൽ ശീമോൻ പത്രോസിന്റെ അടുക്കലെത്തിയപ്പോൾ, കർത്താവേ, നീ ഒരു വേലക്കാരനെ പോലെ പാടില്ല കർത്താവേ, എന്റെ കാൽ കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞ് പത്രോസ് ചാടി എണീറ്റു. മത്തായി സുവിശേഷം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അതേ പ്രിയപ്പെട്ടവരെ, യേശു ആരാണ്? ഒരിക്കലും ഒരു ദാസനല്ല, യജമാനനാണ്. യജമാനൻ മാത്രമല്ല, യേശു ഉടമസ്ഥനാണ്, സൃഷ്ടാവാണ്, വീണ്ടെടുപ്പുകാരനാണ്, രക്ഷിതാവാണ്. യേശു അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്. ഈ ലോകത്തിൽ ഒരിടത്തും ഒടുങ്ങാത്തവൻ. ലോകത്തിൽ തന്നെ AD എന്നും BC എന്നും രണ്ടായി വിഭജിച്ചവൻ, സർവപ്രപഞ്ചത്തിനും അധിപൻ. ഈ യേശുവിന് നമ്മുടെ കാല് കഴുകുവാൻ നാം വിട്ടുകൊടുക്കണം. വാഷിംഗ് ഹാൻഡ്സ് നമ്മെ കഴുകട്ടെ, നമ്മെ കഴുകി വെടിപ്പാക്കട്ടെ. നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മെ പൂർണ്ണനാക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എന്റെ പാപം കഴുകാൻ യേശുവിന്റെ രക്തം മാത്രം, എന്നെ പൂർണ്ണനാക്കുവാൻ
നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. യേശുവിനോടുകൂടെ പങ്കു കിട്ടണമെങ്കിൽ യേശുവിൽ നിന്നുള്ള കഴികൾ നാം ലഭ്യമാകണം. അഞ്ചാമതായി ഗൈഡിംഗ് ഹാൻഡ്സ്, നടത്തുന്ന കരങ്ങൾ. യെശയ്യാ പ്രവചനം 41 അധ്യായം 13-14 വാക്യങ്ങളിൽ നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പക്ഷിയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തും. നമുക്ക് പ്രത്യാശയും ആശ്വാസം നൽകുന്ന വാക്കുകളാണിത്. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന ജോൺ ഗ്ലെൻ ഒരു തികഞ്ഞ ദൈവഭക്തനായിരുന്നു. ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തോട് ചില പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുവാനുണ്ടോ? അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ ഓരോ നിമിഷവും, എൻ്റെ ഓരോ ചലനവും കാണുന്നവനാണ് എൻ്റെ ദൈവം. അവിടുന്ന് എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അവിടുന്ന് എന്നെ നടത്തുന്നു. എത്ര വലിയ വിശ്വാസമാണ്! നമ്മെ ശക്തനാക്കുന്ന ദൈവം, നമ്മെ നടത്തുന്ന ദൈവം നമ്മെ അനുദിനം കൂടെയിരിക്കുന്നു. 73-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ നമ്മെ നടത്തുന്ന ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി സാധിക്കും. സങ്കീർത്തനക്കാരനായ ആസാഫ് ഈ സങ്കീർത്തനം എഴുതുന്നതിന്റെ പശ്ചാത്തലം വളരെ വിഷമത്തോടെയാണ്. നാം ഈ സങ്കീർത്തനം ആദ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കും അത് ഇഷ്ടപ്പെടാറില്ല. അവിടെ പറയുന്നത്, നീതിമാന്മാർക്ക് എന്നും കഷ്ടതയാണ്, ദുഷ്ടന്മാർ തഴയ്ക്കുന്നു, അവർക്ക് ഒന്നിനും കുറവില്ല, അവർക്ക് രോഗമില്ല, ദുരിതമില്ല, ആപത്തില്ല, നല്ല പുഷ്ടി, നല്ല സുഖം. ഇതെന്തൊരു അന്യായമാണ്! ദുഷ്ടന്മാരെ കുറിച്ച്, അവരുടെ നന്മകളെ കുറിച്ച് അവിടെ ഇങ്ങനെ വിവരിക്കുന്നു. നീതിമാനായ ദൈവം എന്തുകൊണ്ടാണ് ദുഷ്ടന്മാരെ തഴയ്ക്കുവാനായി അനുവദിക്കുന്നത്? ഇതറിയാനായി ആസാഫ് ദേവാലയത്തിലേക്ക് ചെന്ന് ധ്യാന നിമഗ്നനായി പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി അവിടെയായിരുന്നു. 73-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് ആസാഫിന് പോസിറ്റീവായ ഒരു മറുപടി കിട്ടുന്നു. എന്നാൽ കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് കഷ്ടങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, ഭാരം വന്നാലും നാം പറയും, കർത്താവേ, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ, നിനക്ക് വേണ്ടി ആലയത്തിൽ വരുന്നു, കൊടുക്കുന്നു, എന്തൊക്കെയായിരുന്നാലും എനിക്കൊരു സമാധാനമില്ലല്ലോ. കർത്താവ് പറയുന്നത്, നമ്മുടെ പ്രതികൂല അവസ്ഥകളിലും, നമ്മുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും, നമ്മുടെ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, നാം ഏതവസ്ഥയിലായിരുന്നാലും നമ്മെ നാൾതോറും നടത്തുവാൻ ശക്തനാണ് നമ്മുടെ പ്രിയൻ. അന്ത്യം വരെ വഴി നടത്താൻ അവൻ ശക്തനാണ്. അവന്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കുക. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്ദേടാ. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്ദേടാ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലും എൻ കാതൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ പ്രിയൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും
അന്ത്യം വരെ. പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ നാം പാടുക എന്നാദ്യം നടത്തുക നമ്മെ അന്ത്യത്തോടാം. ഇവിടെ നാം യഹോവയുടെ ഭുജങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഒന്നാമതായി ലിഫ്റ്റിംഗ് ഹാൻഡ്സ്, ഉയർത്തുന്ന കരങ്ങൾ. താണു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മെ രക്ഷിക്കുന്നതാണ് യഹോവയുടെ ഭുജങ്ങൾ. ശിമോൻ പത്രോസിനെ രക്ഷിച്ച് പടയിൽ കയറ്റിയ ഭുജങ്ങൾ നമ്മെയും രക്ഷിക്കുവാനായി കാത്തിരിക്കുന്നു. രണ്ടാമതായി മോൾഡിംഗ് ഹാൻഡ്സ്, മെനയുന്ന ഭുജങ്ങൾ. കുശവന്റെ കയ്യിലെ പാത്രം പോലെ ഉടഞ്ഞു പോയതിനെ പുതുക്കി മെനഞ്ഞ് പ്രയോജനമുള്ള പുതിയ പാത്രമായി രൂപാന്തരപ്പെടുത്തുന്നു. മൂന്നാമതായി ഹീലിംഗ് ഹാൻഡ്സ്, സൗഖ്യമാക്കുന്ന ഭുജങ്ങൾ. എല്ലാവരും നോക്കുവാൻ, ഒന്ന് തൊടുവാൻ അറയ്ക്കുന്നവനെ തൊട്ട് സൗഖ്യമാക്കുന്ന ഭുജങ്ങൾ. നാലാമതായി വാഷിംഗ് ഹാൻഡ്സ്, നമ്മെ കഴുകുന്ന ഭുജങ്ങൾ. തൻ്റെ വിലയേറിയ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്ന ഭുജങ്ങൾ. അഞ്ചാമതായി ഗൈഡിംഗ് ഹാൻഡ്സ്, നടത്തുന്ന ഭുജങ്ങൾ. വഴിമാറി സഞ്ചരിക്കുന്ന നമ്മെ നേർ വഴിയിലേക്ക് നടത്തുന്ന ഭുജങ്ങൾ. ഇനിയുമുണ്ട് യഹോവയുടെ ഭുജങ്ങളുടെ പ്രത്യേകതകൾ. സേവിംഗ് ഹാൻഡ്സ്, രക്ഷിക്കുന്ന ഭുജങ്ങൾ. ക്ലീനിങ് ഹാൻഡ്സ്, ശുദ്ധീകരിക്കുന്ന ഭുജങ്ങൾ. റൈറ്റിംഗ് ഹാൻഡ്സ്, എഴുതുന്ന ഭുജങ്ങൾ. നോക്കിംഗ് ഹാൻഡ്സ്, മുട്ടിക്കൊണ്ടിരിക്കുന്ന ഭുജങ്ങൾ. പ്ലീഡിംഗ് ഹാൻഡ്സ്, യാചിക്കുന്ന ഭുജങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ ഭുജങ്ങൾ നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾക്ക് ചില കണ്ടീഷൻസ് നാം അനുസരിക്കണം. പ്രധാനമായും വിശ്വാസവും വിശ്വസ്തതയും നാം ഉള്ളവരായിരിക്കണം. ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന വലിയ വിശ്വാസം, ഞാൻ ബലഹീനനാണെന്നുള്ള തിരിച്ചറിവ്, ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം, എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തനാണ്, അവൻ ഉന്നതനാണ് എന്ന ബോധ്യം, ഞാൻ ബലഹീനാണെങ്കിലും എന്നെ ഏറ്റെടുത്തവൻ ബലമുള്ളവനാണ് എന്ന വലിയ സത്യം നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുന്നു. എബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പെയിൻ വിത്ത് ദ പെയിൻ ഓഫ് ദ വേൾഡ്. വേദനിക്കുന്ന വേദനയിൽ നാം ചേരുക, വേദനിക്കുന്നവരുടെ വേദനയിൽ നാം പങ്കുചേരുക. നാം മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൽ വയനാട് പ്രദേശങ്ങളിൽ ഇന്ന് വേദനിക്കുന്നവർ അനേകരുണ്ട്. അവരുടെ വേദനയിൽ നാം പങ്കുചേരുക. ഒരു സാധാരണ മനുഷ്യരായ നമ്മുടെയൊക്കെ കരങ്ങൾ നിശ്ചലമാകും, നമ്മുടെയൊക്കെ ഹൃദയം നിശ്ചലമാകും, നമ്മുടെ കണ്ണ് നിശ്ചലമാകും, നമ്മുടെ അവയവങ്ങൾ നിശ്ചലമാകും. എന്നാൽ യേശുവിൻ്റെ കരങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. യേശുവിൻ്റെ വീണ്ടും വരവ് വരെ അവിടുത്തെ കരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ കർത്താവ് അമർത്യനാണ്, അവൻ മരണത്തെ ജയിച്ചവനാണ്. എവർ ലിവിങ് ആൻഡ് എവർ ലവിങ് ക്രൈസ്റ്റ്. ഈ കർത്താവിൻ്റെ കരങ്ങളുടെ ശക്തി നമുക്ക് ഏവർക്കും അനുഭവിച്ചറിയുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആമേൻ.